ഹലോ കൂട്ടുകാരെ, നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇന്ന് ഞാൻ മധുബനി പെയിൻറ്റിങ് എന്ന് പറഞ്ഞൊരു പെയിൻറ്റിങ് ഉണ്ട്. അത് സിമ്പിളാണ്, നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ എന്ത് വേണോ വരയ്ക്കാം. എന്ത് പെയിൻറ്റ്, അത് വലിയ പെർഫെക്റ്റ് ആകണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഇതിപ്പോൾ ഞാനൊരു ടോട്ട് ബാഗിൽ പെയിൻറ്റ് ഇത് 2 ഫിഷിനെ ചെയ്യുന്നതാണ്. സ്ക്വയർ വരച്ചിട്ട് അതിൽ ഫിഷിനെ ചെയ്യുന്ന ഒരു പടമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫിഷ് വരയ്ക്കാൻ അറിയാം. അപ്പോൾ അതുപോലെ നമ്മൾ അതിൻ്റെ ഈ ചെതുമ്പലും എല്ലാം വരയ്ക്കാം. അതിൻ്റെ സൈഡിലുള്ളതും എല്ലാം വരച്ച് ഇതുപോലെ ചെയ്യാൻ പറ്റും. മധുബനി ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഞാൻ ഒരു ക്ലാസ്സായിട്ട് ഇടാം. ഇപ്പം ഞാനിതിപ്പോൾ ഇതിൽ ചെയ്തത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇത് യെല്ലോ കളർ വെച്ചാണ് ചെയ്യുന്നത്. ബ്ലാക്ക് ആയതുകൊണ്ട് അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എന്ത് വേണോ വരയ്ക്കാം ഇങ്ങനെ പക്ഷേ അതിനൊരു ഡിസൈൻ ഉണ്ട്. ഇങ്ങനെ മധുബനിക്ക് ഇതേപോലെ ഒരു പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇതേപോലെ നമ്മൾ ലേഡിയൊക്കെ വരയ്ക്കുമ്പോഴും അതിൻ്റെ മുഖം പെർഫെക്റ്റ് അല്ലായിരിക്കും. അങ്ങനത്തെ ഒരു പെയിൻറ്റിങ്ങാണ് അതാണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തവർക്കും വരയ്ക്കാം ഇത് പെയിൻറ്റ്. എല്ലാവരും ഇത് വരച്ച് നോക്കണം, നന്നായിട്ട് വരും. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. നമുക്ക് പില്ലോ കവറിൽ ചെയ്യാം. ഇപ്പം ഞാൻ ടോട്ട് ബാഗിലാണ് ഒരു സൈഡ് ചെയ്യുന്നത്. ഞാൻ സ്കെച്ച് എടുത്തൊന്നുമല്ല, ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ വരച്ചാണ് ചെയ്തത്. അങ്ങനെ ചെയ്താൽ മതി. മധുബനിക്ക് അതാണ് ഏറ്റവും ബെസ്റ്റ്. നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേക ഗ്രാമത്തിലൊക്കെ ഉള്ള ഒരു പെയിൻറ്റിങ്ങാണ്. അവർ ഈ ചുവരിലും എല്ലാം ചെയ്ത് വെച്ചേക്കും ഇതുപോലെ വെറുതെ വരച്ച്. അത് ട്രഡീഷണലാണ്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നുള്ളതാകുമ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും, ചെയ്യാം. എല്ലാവർക്കും പില്ലോ കവറിലായാലും എന്തിലായാലും ചെയ്ത് നോക്കാം. കുഷൻ കവർ, ഇതിൻ്റെ തന്നെ മയിലുണ്ട്, പിന്നെ ലേഡികളുടെ ഫേസുണ്ട്, മരമുണ്ട്. എല്ലാം ഒരു പ്രത്യേകതരം പിക്ചറാണ്. ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് ഒന്ന് കാണിക്കാം അടുത്ത വീഡിയോയിൽ. മധുബനി പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കണം. സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ എനിക്ക് വളരാൻ പറ്റൂ. നമ്മളൊക്കെ കുറച്ച് ഏജായ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സമയമില്ല. നമുക്കും ഒന്ന് ഇതേപോലെ വൈറലാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ചെയ്യുന്നുണ്ട്. നമ്മുടെ
മാക്സിമം കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചാലേ വളർത്താൻ പറ്റൂ. സബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാം കിട്ടും. എനിക്ക് സബ് ചെയ്ത എല്ലാവരും എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ കൂട്ടുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യുന്നതെല്ലാം ഞാൻ ഇടും. എല്ലാവരും ഒന്ന് കാണണം, കണ്ടെന്നെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ എല്ലാവരും എന്നെ സബ് ചെയ്യും, ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. എല്ലാവരും സുഖമായിട്ടിരിക്കുക. ഇത് ക്യാൻവാസ് ബാഗായതുകൊണ്ട് അതിൽ നമുക്ക് പെട്ടെന്ന് അത് പെയിൻറ്റ് പിടിക്കില്ല. അപ്പോൾ നമ്മളത് 2-3 പ്രാവശ്യം പെയിൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര അതിൻ്റെ ഇതിൽ കൂടെ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് അതിൽ ചെയ്യണം, എങ്കിലേ അതിൽ പിടിക്കുകയുള്ളൂ. സാധാ തുണിയാണെങ്കിൽ കുഴപ്പമില്ല.